നമസ്തേ. വേദം പഠിക്കുക എന്ന് പറയുമ്പോൾ പല ആളുകൾക്കും ഒരു വിചാരം ഇതേതോ 5000 വർഷത്തെ പഴക്കമുള്ള അന്ധകാര യുഗത്തിലേക്ക് ആളുകളെ നയിക്കുന്ന എന്തോന്നാണ്. സത്യത്തിൽ ജീവിതത്തിന് ഒരു കൃത്യനിഷ്ഠ, സമയനിഷ്ഠ, സാമ്പത്തിക നിഷ്ഠ, ആരോഗ്യനിഷ്ഠ, കുടുംബനിഷ്ഠ, സാമാജികമായ നിഷ്ഠ, ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് നയിക്കാൻ പറ്റൂ, നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങൾ, ജീവിതത്തിന്റെ വിവിധ മേഖലകൾ ഒരു പുതിയ രീതിയിൽ ആവിഷ്കരിക്കുന്നതിന് വേണ്ടിയാണ് വേദപഠനം നടത്തുന്നത്. വേദങ്ങളില് ഒരു മനുഷ്യന്റെ സർവതോമുഖമായ വികാസത്തിന് വേണ്ട കാര്യങ്ങളാണ്. ഉദാഹരണം പറഞ്ഞാൽ, ഇന്ന് നമ്മളിൽ എത്ര പേർക്ക് നമുക്കൊരു സാമ്പത്തികമായ ഒരു ബജറ്റ് ഉണ്ടാക്കാൻ അറിയാം? എങ്ങനെയായിരിക്കണം നമ്മുടെ സാമ്പത്തിക പദ്ധതികൾ? എങ്ങനെയാണ് നമ്മുടെ സമ്പത്ത് കൈകാര്യം ചെയ്യേണ്ടത്? സമ്പത്ത് എങ്ങനെ നമുക്ക് നേടാൻ സാധിക്കും? പലർക്കും അതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാ. ഒരു പേഴ്സണാലിറ്റി ട്രെയ്റ്റ് അല്ലെങ്കിൽ വ്യക്തിക്ക് നേരിടുന്ന പ്രതിസന്ധികൾ, വ്യക്തികളുടെ ചില 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 അനവസരത്തിലുള്ള പ്രവൃത്തികൾ അവരെ വലിയ നിത്യദാരിദ്ര്യത്തിലേക്ക് നയിച്ചെന്ന് പറയും. അതേപോലെയാണ് ആരോഗ്യം. മനുഷ്യ ജീവിതത്തിൽ ആരോഗ്യത്തിന്റെ പ്രാധാന്യം എന്താണ്? അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണ്ടേ? ചെറിയ ഒരു ശീലം നമ്മൾ സ്വീകരിച്ചാൽ ഒരുപക്ഷെ അതോടുകൂടി നമ്മുടെ ആരോഗ്യം തന്നെ ഭാവിയിൽ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. ഇതേപോലെ തന്നെ ഒരു കുടുംബത്തിൽ, പലരും കുടുംബത്തിൽ സമാധാനമില്ല എന്ന് പറയും. കുടുംബത്തിൽ സമാധാനം ഉണ്ടാകുന്ന എന്തെങ്കിലും കോഴ്സ് നിങ്ങൾ പാസ്സായിട്ടുണ്ടോ? ഇല്ല. എങ്ങനെയാണ് ഒരു കുടുംബം നയിക്കേണ്ടത് എന്നതിനെ കുറിച്ച് കൃത്യമായ ഒരു കോഴ്സ് പാസ്സായവരല്ല നമ്മളാരും. അതിനെക്കുറിച്ച് നമ്മൾ എവിടെ നിന്നും പഠിച്ചിട്ടുമില്ല. സയന്റിഫിക് അല്ല പലപ്പോഴും ആ ഫാമിലി സിസ്റ്റം ഒക്കെ പറയും. അങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ മേഖലകൾ നമ്മൾ നോക്കിയാൽ, നമ്മുടെ സോഷ്യൽ സൊസൈറ്റിയിൽ നമ്മൾ ഇടപെടും. അതുപോലെ തന്നെയാണ് നമ്മുടെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഇടപെടൽ, അച്ചീവ്മെന്റ്സ്. പല ആളുകളും പറയുന്നുണ്ട്, എനിക്ക് ഒരു കാരണവശാലും വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല, ഞാൻ എപ്പോഴും പഴയ ജോലി തന്നെ തുടരുന്നു, എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല, പഴയ ശമ്പളം തന്നെയാണ്, മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്നൊക്കെ പറയുന്നു. പക്ഷെ വേദം അവിടെ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ നിങ്ങളുടെ കഴിവ് വർദ്ധിപ്പിച്ചോ. നിങ്ങൾ ഒരു 5 കൊല്ലം ഏതോ ഒരു കോളേജിൽ പഠിച്ചു എന്ന് കരുതി കാലഹരണപ്പെട്ട വിദ്യയുമായി നിങ്ങൾക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും? പുതിയ വിദ്യകൾ പഠിക്കുകയും പഴയതിനെ നിലനിർത്തുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകേണ്ട ആവശ്യകതയെ കുറിച്ചാണ് വേദപഠനത്തിൽ പറയുന്നത്. വേദപഠനം സാമ്പത്തികമായി നിങ്ങളുടെ ജീവിത രീതി എങ്ങനെ വേണമെന്ന് പറയുന്നു, നിങ്ങളുടെ ഡിസിപ്ലിൻ എങ്ങനെ വേണം. ഈ ഡിസിപ്ലിനും ഫ്രീഡവും രണ്ടാണ്. എനിക്ക് സ്വാതന്ത്ര്യം വേണം എന്ന് പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. സ്വാതന്ത്ര്യം വേണം എന്നതിന് അച്ചടക്കം വേണ്ട എന്നൊരർത്ഥമില്ല. നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം എന്നതിനോടൊപ്പം അച്ചടക്കം വേണമെന്ന് കൂടി പഠിക്കണം. എങ്കിലും നമ്മുടെ ജീവിതം മുന്നേറുകയുള്ളൂ. ഭൗതികമായ ജീവിതത്തോടൊപ്പം ആധ്യാത്മിക ജീവിതവും വേണം, ആധ്യാത്മിക ജീവിതത്തോടൊപ്പം ഭൗതിക ജീവിതവും വേണം. ഒരു പക്ഷിയുടെ 2 ചിറക് പോലെയാണ് ഇത് രണ്ടും. ആ ഭൗതികതയും ആ ആധ്യാത്മികതയും ഒരുപോലെ സമഞ്ജസമായി സമ്മേളിപ്പിച്ചുകൊണ്ടുള്ള പഠനമാണ് ഹിന്ദു ധർമ്മ പഠനം വേദങ്ങളിലൂടെ എന്ന കോഴ്സ് കൊണ്ട് കശ്യപ സെന്റർ ഫോർ വേദിക് സ്റ്റഡീസ് ചിന്തിക്കും. അതിനുവേണ്ടിയാണ് ഈ കോഴ്സ് രൂപപ്പെടുത്തിയത്. ഇത് പഴഞ്ചനായ പ്രാചീനമായ ചില അന്ധവിശ്വാസങ്ങളിലേക്കുള്ള യാത്രയല്ല. ഇത് ജീവിതത്തിൽ ആധുനിക കാലത്ത് നേടിയെടുക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച്, കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ട ഒരുപാട് സൂക്തങ്ങൾ, ഒരുപാട് മന്ത്രങ്ങൾ, അതിന്റെ അർത്ഥതലങ്ങൾ, ഇതെല്ലാം അനാവരണം ചെയ്യുകയാണ് ഈ കോഴ്സ്. അത് കേവലം നമ്മൾ പറയുന്നത് പോലെ കുറെ മന്ത്രം ജപിക്കലല്ല. കുറെ മന്ത്രം ജപിച്ചാൽ ഫലം കിട്ടുമോ എന്ന് ചോദിച്ചാൽ, മന്ത്രം ജപിച്ചാൽ എങ്ങനെയാണ് ഫലം കിട്ടുക? അതിന്റെ അർത്ഥം അറിഞ്ഞ് ജീവിതത്തിൽ പകർത്തുമ്പോഴാണ് ഫലം കിട്ടുക. മഹർഷി ദയാനന്ദ സരസ്വതി ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ തീ ഉണ്ടാക്കാനുള്ള മന്ത്രമുണ്ട് എന്ന് പറയുമ്പോൾ ആ മന്ത്രം ഉച്ചരിക്കുമ്പോൾ നിങ്ങളുടെ നാവ് പൊള്ളിപ്പോവില്ലേ? അപ്പൊ അതൊക്കെ യുക്തിയോടുകൂടിയാണ് ഭാരതീയ ഋഷിമാർ കണ്ടിട്ടുള്ളത്. യുക്തിയുക്തമായിട്ടാണ് കാര്യങ്ങൾ മനസ്സിലാക്കുക.
അപ്പൊ ഹിന്ദുധർമ്മ പഠനം വേദങ്ങളിലൂടെ എന്നൊരു കോഴ്സ് സ്വാമി നിത്യാനന്ദ ആശ്രമം പുതിയക്കോട്ട് കാശ്യപ സെന്റർ ഫോർ വേദിക് സ്റ്റഡീസ് തുടങ്ങണം. ഈ കോഴ്സ് ആഗസ്റ്റ് 25-ന് ഞായറാഴ്ച രാവിലെ 10 മണിക്കാണ് ആരംഭിക്കുന്നത്. സ്വാമി നിത്യാനന്ദ ആശ്രമത്തിലാണ് ഇതിന്റെ ഉദ്ഘാടനം നടക്കുന്നത്. ഓഗസ്റ്റ് 25-ന് രാവിലെ 10 മണി, സ്വാമി നിത്യാനന്ദ ആശ്രമം. കോഴ്സ് ഉടനീളം നിത്യാനന്ദ ആശ്രമം പുതിയക്കോട്ട് വെച്ചാണ് നടക്കുന്നത്. അപ്പൊ കോഴ്സിൽ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക, നിങ്ങൾക്ക് പുതിയ ലോകം കണ്ടെത്താൻ സാധിക്കും. നിങ്ങൾ പഠിച്ചത് മാത്രമല്ല, അപ്പുറത്ത് പലതും പഠിക്കാനുണ്ട്. നമ്മൾ പഠിച്ച പലതും യു ഹാവ് ടു ലേൺ ടു അൺലേൺ. പഠിച്ച കാര്യങ്ങൾക്ക് തന്നെ ചില മാറ്റങ്ങൾ വരുത്തി പുതിയ രൂപത്തിൽ, പുതിയ ഭാവത്തിൽ, പുതിയ ജീവിത ചര്യകളിൽ അവതരിപ്പിക്കാൻ നമുക്ക് സാധിക്കും. അത് വേദചക്ഷുസ്സിലൂടെ കാര്യങ്ങളെ നോക്കിക്കാണാൻ സാധിക്കും. ആ വേദചക്ഷുസ് നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ പരിവർത്തനം വരുത്തും. നിങ്ങൾ ഓരോ ദിവസവും അനുസന്ധാനം ചെയ്യേണ്ട കാര്യങ്ങൾ, അധ്യാപനമുണ്ട്, അഗ്നിഹോത്രമുണ്ട്, വേദസുക്തങ്ങളുണ്ട്, ഇതെല്ലാം പഠിപ്പിക്കാൻ പോവുകയാണ് ഒരു കുറഞ്ഞ കാലം കൊണ്ട്. അതിന്റെ ആധുനിക കാല പ്രസക്തിയെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ഏതെങ്കിലും ഒരു 1-2 ആളുകൾക്ക് വേണ്ടിയല്ല ക്ലാസ്, കുറെ കുട്ടികളെ ഒന്ന് പഠിപ്പിക്കാനുള്ളതല്ല. ഒരു കുടുംബമാണ് പഠിക്കേണ്ടത്. കുടുംബത്തിൽ ഭർത്താവും ഭാര്യയും കുട്ടികളും ഒരുമിച്ചാണ് പഠിക്കുന്നത്. അങ്ങനെ ഒരുമിച്ച് ഇത് അനുസന്ധാനം ചെയ്യുമ്പോഴാണ് ജീവിതത്തിൽ സമയത്തിന്റെ വില എന്താണെന്ന് മനസ്സിലാവുക. അപ്പോഴാണ് നിങ്ങൾ ഉപയോഗിക്കുന്ന ഓരോ വസ്തുക്കളും ആവശ്യത്തിന് ഉപയോഗിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് മനസ്സിലാക്കുക. അപ്പോഴാണ് ജീവിതത്തിൽ സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും പ്രാധാന്യം മനസ്സിലാക്കുക. ജീവിതത്തിൽ സന്തോഷം എങ്ങനെയാണ് ആസ്വദിക്കുക, ആനന്ദം എങ്ങനെയാണ് അനുഭവിക്കുക, അതിലേക്കാണ് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത്. എല്ലാവരെയും ഓഗസ്റ്റ് 25 ഞായറാഴ്ച രാവിലെ പുതിയക്കോട്ട സ്വാമി നിത്യാനന്ദ ആശ്രമത്തിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും വരണം, നിങ്ങൾ പഠിക്കണം. നിങ്ങളുടെ ജീവിതം ഒരൊറ്റ വർഷം കൊണ്ട് മാറിപ്പോകും. കഴിഞ്ഞ 25 വർഷമായി ഞാൻ ഈ പ്രവൃത്തി ചെയ്യുന്നുണ്ട്, പലരെയും പഠിപ്പിക്കുന്നുണ്ട്. അവരുടെ ജീവിതത്തിൽ അനുസന്ധാനം ചെയ്തവരുടെ ജീവിതത്തിലുണ്ടായ അഭൂതപൂർവമായ മാസ്മരികമായ മാറ്റമാണ് ഈ പഠനം സാർവത്രികമാക്കാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയ നമസ്കാരം.